ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അതിനാദ്യം തന്നെ ഇഡ്ഡലി മാവ് എങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. മാവ് നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടുന്നതാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, കല്ല് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി കിട്ടും നമുക്ക്. ഞാൻ അതിനായിട്ട് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയാണിത്. അതേ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിർക്കാനായിട്ട് വെക്കാം. പിന്നെ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടാ. വേറെ വെള്ളമൊന്നും ഏടാക്കുന്നില്ല, ഈ വെള്ളത്തിലാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പൊ ഞാനിത് അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു 9 മണി സമയത്താണ് ഞാൻ അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ 2 ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തവി കൊണ്ട് കുറച്ച് ഭാഗം വെള്ളം മാത്രം വാർത്തിയിട്ട് ബാക്കിയുള്ള അത് വെള്ളത്തോട് കൂടിയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി ഇഡ്ഡലി സോഫ്റ്റ് ആയി കിട്ടാനുള്ള ട്രിക്കാണ് കാണിക്കുന്നത്. ഇഡ്ഡലിക്ക് മാവ് അടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണം. അതല്ല എങ്കിൽ അടിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് അരി ഉഴുന്ന് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 1/4 മണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് മിക്സി ചൂടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിയും ഉഴുന്നും വേറെ വേറെ ഇട്ട് അടിക്കുന്നവരുണ്ട്. അപ്പോൾ അരി അടിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി വരില്ല, ഉഴുന്ന് അടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാതെ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മാവും ചൂടായിട്ടാണ് കിട്ടുക. ഇതാവുമ്പോൾ നല്ല തണുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തുള്ള ഐസ് ക്യൂബ് ആണ്. ഐസ് ക്യൂബ് അടിച്ചെടുത്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഉണ്ടാവും അതില്. അപ്പൊ നല്ല കട്ടിയായിട്ട് തന്നെ മാവ് കിട്ടുകയും ചെയ്യും. ഇനി വേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കണം. മാവ് അടിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ടീസ്പൂണൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് ബബിളൊക്കെ പൊന്തി വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൽ സോഫ്റ്റ് ആവാന് കൈ കൊണ്ടുള്ള നല്ലൊരു മിക്സിങ്ങും കൂടി ആവശ്യമാണ്. അപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മൂടി വെക്കാം. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ. നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ വലിയ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടാ. ഇനി നമുക്ക് ഇഡ്ഡലി ചൂടാനായിട്ട് നോക്കാം. അപ്പൊ അതിനായിട്ട് തട്ടൊക്കെ തയ്യാറാക്കി എടുക്കണം. അപ്പൊ കുറച്ച് എണ്ണ ഒന്ന് തൂക്കി കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇതുപോലെ മാവ് കിട്ടുമ്പോഴാണ് നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുള്ളൂ കേട്ടാ. ഞാനിപ്പോ ആവശ്യമുള്ളത് മാത്രമാണ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഉപ്പിട്ട് മിക്സ് ചെയ്യുന്നത്, മറ്റതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടാ. അപ്പൊ നമുക്ക് ബാക്കി വരികയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി, ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിൽ മാത്രമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം ഒരു തവി കൊണ്ട് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടാ. നമ്മളിങ്ങനെ കുത്തിയിളക്കം ചെയ്യരുത്, പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചൂടാനായിട്ട് നോക്കാം. ഇഡ്ഡലി ചെമ്പില് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചൂടായി വന്നപ്പോ ഞാൻ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ തവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഒന്ന് മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഇഡ്ഡലി പൊന്തി വരുള്ളൂ. അടുത്തതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. ഇനി ഇഡ്ഡലി ചെമ്പിൽ നിന്ന് തട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ചൂട് കുറച്ച് പോയതിനു ശേഷം മാത്രം ഈ തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്താൽ മതി. ഇപ്പോ ഇഡ്ഡലിയുടെ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ അടത്തി എടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇഡ്ഡലി സോഫ്റ്റ് ആയില്ല എന്നുള്ളൊരു പരാതിയൊന്നും വേണ്ട, ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടും. ഇഡ്ഡലി സോഫ്റ്റ് ആവുമ്പോൾ അതിന്റെ ടേസ്റ്റും കൂടിയാണ് കേട്ടോ കൂടുന്നത്. ഇനിയിപ്പോ പാനിൽ നിന്ന് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അടുത്ത ബാച്ചും ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്